പറയ് നിന്റെ ഹാപ്പിനെസ് എന്താണെന്ന് പറയും നമ്മ ഇന്ന് ചെയ്യാൻ പോണ കാര്യത്തില്. അങ്ങനെയൊന്നും ഇല്ലേ? ലൈക്ക് ഇപ്പൊ നിന്റെ ഒരു സന്തോഷമാണോ അല്ലെങ്കിൽ ടെൻഷനാണോ അത് പറയും. എന്താണ് ടെൻഷൻ? ഇന്ന് കിട്ടും, നമുക്ക് നോക്കാം. ഓക്കെ, സോ കുറേ നാളുണ്ട്, 2 കൊല്ലം കണ്ടായി ഇവൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് നടക്കാൻ പോണ. അല്ലേടാ? എവിടാ ഫുൾ ടെൻഷനിലാണ്. എടാ ഇറങ്ങാം നമുക്ക്. സൂയ നമ്മളവിടെ എത്തിയിട്ട് ഞാനിനി ഷൂട്ട് ചെയ്യാം. ബാഗ് എടുക്ക്. ആദ്യം പോയിട്ട് ഒരു ഹെൽമെറ്റ് അങ്ങോട്ട് വാങ്ങിച്ച്. കാരണം ഇപ്പം എല്ലാവർക്കും 2 ഹെൽമെറ്റൊക്കെ വേണമല്ലോ. അപ്പോൾ വണ്ടിയുടെ കൂടെ കിട്ടണല്ലാണ്ട് ഏതെങ്കിലും ഒരു ഹെൽമെറ്റ് വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവന് ബ്ലാക്ക് ഒരു സോളിഡ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഹെൽമെറ്റ് വേണമെന്നായിരുന്നു. നമ്മത് വാങ്ങിച്ച് പിന്നെ എന്തൊക്കെയോ ഒട്ടിക്കാനൊക്കെ ഉണ്ടായിരുന്നൊക്കെ സെറ്റാക്കി. അപ്പോൾ അവന് ഫുൾ ടെൻഷനായിരുന്നു, ഇത് ലേറ്റാവോ, ഇന്ന് കിട്ടൂലെന്നൊക്കെ. ഞാനിങ്ങനെ പുറകെ നിന്നിട്ട് ഇന്ന് തന്നെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെറ്റാക്കി പോയാണ്. പക്ഷേ കുറച്ച് ലേറ്റായും എന്നൊക്കെ ഒരു വൈബ് കിട്ടിയപ്പോൾ നമ്മൾ പയ്യെ പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് അറിയാൻ പുറത്തിറങ്ങി വിശക്കും. അപ്പോൾ ഞങ്ങൾ ഒരു ജ്യൂസും പിന്നെ ചെറിയ ചായക്കടിയൊക്കെ എന്തൊക്കെയോ വാങ്ങി അതൊക്കെ കഴിച്ചിരുന്നു. അപ്പോൾ 5 മണിക്ക് എത്താൻ പറഞ്ഞിട്ട് പിന്നെ 5:30 ആക്കിയതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് പോയത്. അപ്പോഴാണ് നല്ല മഴ കിട്ടിയത്. എന്തിനാന്ന് അറിയാൻ പാടില്ല, ഇത്ര ദിവസം നമ്മുടെ വീട്ടിൽ മഴ ഉണ്ടായിരുന്നില്ല. അപ്പൂ പറയടാ, ഭയങ്കര മഴയാണ്. അതെ, ഇവിടെ നമ്മൾ ഹെൽമെറ്റൊക്കെ ഇങ്ങനെ പിടിച്ച് നടക്കേണ്ട അവസ്ഥയാണ്. സെറ്റപ്പായിട്ട് വാങ്ങി കൊടുക്കട്ടെ, മഴയും ഇത് ഒന്ന് തോർന്നു. നമ്മൾ അവിടെ എത്തിയിട്ട് പിന്നെ അവൻ്റെ ഫുള്ള് ടെൻഷൻ കയറിയിരിക്കുന്ന പോലെ ഇരുന്നു. പക്ഷെ ഐ ആം സോ ഹാപ്പി ഫോർ ഹിം. അവനിങ്ങനെ ഒരു എന്താ പറയുക ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ വണ്ടിയൊക്കെ വാങ്ങാൻ പോകുന്നു. സോ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. അവനിങ്ങനെ ചിരിച്ചിട്ടൊക്കെ ഫോട്ടോ എടുത്തു. അങ്ങനെ അവന് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുക, ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. വണ്ടീനെ പറ്റിയിട്ട് എക്സ്ട്രാ എന്താണ് എൻ്റെ പേരെന്തോ പറഞ്ഞ് എനിക്ക് ഓർമ്മയില്ല. ഫ്രണ്ടിലിങ്ങനെ മൊബൈലും എന്തൊക്കെയോ വെക്കാനുള്ള ഒരു സാധനം അവിടെ പിടിപ്പിക്കണം. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കണിരുന്നു അവർ. ശരിക്കും പറഞ്ഞാൽ അവനിങ്ങനെ ഫസ്റ്റ് ഓടിക്കണ ഒരു ക്ലിപ്പ് എടുക്കണം എന്നായിരുന്നു. പക്ഷെ അറിയാലോ, മെയിൻ റോഡിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഈ സ്ഥലമായതുകൊണ്ട് അവനങ്ങോട്ട് പോയി തിരിച്ചു വരാനൊന്നും പറ്റില്ല. സോ ഞാനും ഒപ്പം കയറിയിട്ടുള്ളതായിരുന്നു ഫസ്റ്റ് റൈഡ്. ഞാനിങ്ങനെ ഫസ്റ്റ് അവനിങ്ങനെ ഓടിക്കാൻ പോണേക്കാം ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിതിങ്ങനെ ആക്കി നേരെ അമ്മനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചെയ്ത. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്തേണ്ടതിനും നല്ല ലേറ്റായി, നല്ല ബ്ലോക്കൊക്കെ കിട്ടിയിട്ട്. കാരണം ഈ സമയം അങ്ങനെയാണല്ലോ. ഞാൻ എത്തി. ഹലോ, ദേ അമ്മ പൂച്ച ഭയങ്കരമാണല്ലോ. ഹലോ ഹലോ, അപ്പൊ തന്നെ മുട്ടിയമ്മ. ഇതാരാണ് ഈ സ്മോൾ ബേബീസാ? അപ്പൊ വന്നേടാ. ദൈവമേ, ഇതെന്താണിത്? എന്റെ അമ്മ ഇല്ലില്ല, ഞാൻ തൊട്ട് ദേവി ചെറുതെന്നെ നക്കി നോക്കണം. ഈ ചെറുതെന്നെ നക്കി നക്കല്ലടാ. അമ്മ നമുക്കെന്നെ കൊണ്ടുപോയാ പോ. അമ്മ എനിക്കിതേ എല്ലാത്തിനെയും വേണം. ഇത് എന്താണിത്? ചോക്ലേറ്റാ. ദേവി നോക്കട്ടെ. അട് പാറു. കീക്കി എന്ന് പറഞ്ഞൊരു സാധനം പോണോക്കിയടാ. ബാക്കി നീ എടുത്തതിന് കീക്കി പിടിച്ചമ്മേ. ഞാൻ പിടിച്ചോ ഞാൻ എടുക്കട്ടെ കേട്ടോ.
നിന്നെണ്ട ഞാൻ ആദ്യം എടുത്തത് അപ്പ നിന്നെണ്ട ഞാൻ ആദ്യം എടുത്തത് ശരക്കാലം ദൈവമേ നിന്നെ വേണ്ടിയാണില്ലേടി എവിടെ ഫോട്ടോ ബ്ലൂ കണ്ണ അമ്മക്ക് പച്ചക്കണ്ണ സുന്ദരി സുന്ദരി നോക്കിയാ സുന്ദരി അണ്ട പച്ചക്കണ്ണ ഉള്ള എന്താണ് എനിക്ക് കുഴപ്പം ഫോട്ടോ സ്മോള് തന്നെ നിങ്ങൾ എന്താ എന്ത് വന്നപ്പോ ഞാൻ ഒന്നുമില്ല അതെട്ടാ നീ അമ്മ മക്കളും പുറത്ത് വയ്ക്കോ ഗൂഗിളുണ്ട് അത് ഇങ്ങാട് വെച്ചാ മതി. അപ്പു വണ്ടി എന്നിടത്ത് ഇങ്ങാട് വെച്ചേടാ. അപ്പു എന്തപ്പാ അമ്മ ഇങ്ങോട്ട് വന്നേ, അമ്മ ഇങ്ങോട്ട് വന്നേ. ഇതാണ് ഞങ്ങൾ കാണിച്ചത്. കുഞ്ഞു പൂജക്കുട്ടി ഇരിക്കടി. നമുക്ക് പൂവാട്ട ബീച്ചില് പൂവാട്ടാ. ഓക്കെ എത്ര ചെറുതാണെന്ന്. കുട്ടുമണിയാണ് ഡിജെ. നമ്മള് അടുത്ത പ്രാവശ്യം വരുമ്പോ കൊണ്ടുപോവാട്ടെ നിന്നാ കേട്ടാ. അതെ എന്നെ മാർഗം ഇവിടെ മാത്രല്ല, അത് ഇത് കണ്ട ഈ മുഖത്ത് ഇവിടെ ഒരു വെള്ള കണ്ട, ഇവിടെ ഒരു വെള്ള അതുണ്ട്, പിന്നെ ഈ ചുണ്ടത്തൊരു വെള്ളയുണ്ട്. സൂക്കുറുവാണ് കേട്ടാ കണ്ണിന്റെ. ആ അതെ അതെ. ആ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നേ, പറയും ഞാൻ അഭിപ്രായം പറയും. വണ്ടി എങ്ങനെയുണ്ട്? രാത്രിയില് ഫോൺ കൊടുത്ത് ഫോൺ കളിച്ചിട്ട് 1 മണി 2 മണി വരെയൊക്കെ ഇരുന്നിട്ട് ഉറക്കം ഒളിച്ച് വണ്ടി ഓടിക്കാൻ പറ്റൂല കേട്ടോ മാൾട്ട. അങ്ങോട്ട് പറയും. നീ ഫോൺ കൊടുക്കണ്ട, അവന്റെ ഫോണിൽ കളിക്കാൻ പറ്റില്ല, നിന്റെ ഫോണിലല്ലേ കളിക്കണം. നീ ഫോൺ കൊടുക്കണ്ട. 11 മണി. അങ്ങോട്ട് പറഞ്ഞ ആ വണ്ടീനെ പറ്റി അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോഴേ സൂപ്പർ വണ്ടിയാണ്. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ. ഫ്യൂവൽ എംറ്റിയാ. ഞങ്ങൾ കറക്റ്റ് ഇവിടെ എത്തി. വണ്ടി പെട്രോൾ തീർന്നു. ശരിയെന്നാ ഞങ്ങൾ പോണ. ഇവിടെ അമ്മനെ ക്ലിയർ ആവണില്ല. ഓക്കെ ബൈ. ടൈമില്ല, പോട്ടെ. ശരിയെന്നാ. അപ്പം പറഞ്ഞ പോലെ പെട്രോളൊക്കെ തീർന്നിട്ടാ. നമ്മ വിചാരിച്ചില്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ എത്തുമെന്ന്. പിന്നെ നമ്മൾ ഇവിടെ വരെ പോകാൻ പറ്റും എന്നുള്ള രീതിയിലെത്തി. പിന്നെ അത് അങ്ങോട്ട് വിട്ടുപോയി. ശരിക്കും അമ്മയടുത്ത് വന്ന് നോക്കുമ്പോൾ പെട്രോൾ തീർന്നെന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. അവിടെ വരെ പോകാൻ പറ്റിയ പെട്രോളിനകത്ത് ഉണ്ടായി. എന്തായാലും നമ്മൾ പെട്രോളൊക്കെ അടിച്ച് പിന്നെ നമ്മൾ ക്യൂൻസിലോട്ടാണ് പോയത്. പിന്നെ സ്ഥിരം ഹാങ് ഔട്ട് പ്ലേസാണ്. ഇവിടെ വന്ന് നിൽക്കാറുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്ന് അവൻ മോമോസും പിന്നെ എനിക്ക് ഫ്രഞ്ച് ഫ്രൈസൊക്കെ വാങ്ങി തന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ ഇരുന്നു. ഒരു ½ അവർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. ഇതിപ്പോൾ എന്നെ ഓഫീസിൽ കൊണ്ടാക്കണൊക്കെ പിന്നെ ഇവനാണ്. എനിക്ക് സുഖമായി. എന്തായാലും അത് നല്ലൊരു ദിവസമായിരുന്നു. എന്തായാലും എല്ലാവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അടിപൊളിയാവട്ടെ, നോക്കാം.